ഹായ് ഗായ്സ്, അപ്പോൾ ഇങ്ങനെയും സംഭവിച്ചു. ഹേമ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ അമ്മ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു എന്ന ഏറ്റവും ലേറ്റസ്റ്റായ വാർത്തയാണ്. മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു. കൊച്ചി അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മോഹൻലാൽ രാജിവെച്ചു. സംഘടനയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് രാജി. നേരത്തെ ഒരു വിഭാഗം അംഗങ്ങൾ സന്നദ്ധ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. നിലവിലെ വിവാദങ്ങൾ കൊടുക്കുന്നതിനിടെ അംഗങ്ങളുടെ ഈ നീക്കം 17 അംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹിക ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിൽ ഭരണസമിതിയിൽ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങൾ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കും. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്കും നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയാണ് എല്ലാവർക്കും. നന്ദി. വിമർശിച്ചതിനും തിരുത്തിയതിനും രാജി കൊണ്ടുള്ള മോഹൻലാലിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അഡ് ഹോക് കമ്മിറ്റി ഉടൻ നിലവിൽ വരും. നിലവിലുള്ള സമിതി താൽക്കാലിക സമിതിയും തുടരും. പുതിയ സമിതി 2 മാസത്തിനുള്ളിൽ നിലവിൽ വരും. മലയാള ചലച്ചിത്ര അണിയറ രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം സസ്പെൻസിനൊടുവിൽ പുറത്തു വന്നതിൻ്റെ ബാക്കി പത്രമാണ് താരസംഘടനയിലെ കൂട്ടരാജി. നേരത്തെ ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറി നടനുമായ സിദ്ദീഖ് രാജിവെച്ചിരുന്നു. തുടർന്ന് ഈ സ്ഥാനത്തേക്ക് താൽക്കാലികമായ ചുമതലക്കാരനായിരുന്ന ബാബുരാജിനെയും ലൈംഗികാരോപണം ഉയർന്നു. ഇതോടെ താരസംഘടന കടുത്ത സമ്മർദ്ദത്തിലായി. തുടർന്ന് വിശദീകരണം നൽകാൻ പ്രസിഡന്റ് മോഹൻലാൽ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അസൗകര്യം മൂലം എത്താൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം അറിയിച്ചു. മോഹൻലാൽ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാത്തതിനെതിരെയും വിമർശനമുയർന്നിരുന്നു. നടിമാർക്കുണ്ടായ ദുരനുഭവങ്ങൾ താരസംഘടന അലാപം ചോദ്യം ചെയ്യപ്പെടുകയും അംഗത്വത്തിനിടെ നടിമാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന ആരോപണവും ഉയർന്നു എന്ന് അമ്മയുടെ നേതൃത്വം മുഴുവനും മാറണമെന്നും സ്ത്രീകൾ മേൽക്കൈയുള്ള ഒരു നേതൃത്വം വേണമെന്നും തരത്തിലുള്ള ചർച്ചകൾ വന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കൂട്ടരാജി അടിമുടി. ധാർമ്മികമായി പൃഥ്വിരാജ് ആ നേതൃത്വത്തിലേക്ക് വരാൻ നിർബന്ധിതനായിരിക്കുകയല്ലേ കമലേഷ്? ഇന്നലത്തെ ആ പ്രതികരണങ്ങൾക്ക് കൂടി ശേഷം അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതിയോ? ഈ കാര്യങ്ങളൊക്കെ നയിക്കാൻ കൂടി തയ്യാറാകണ്ടേ എന്ന ചോദ്യം സ്വാഭാവികമായി വരും. ആ ചോദ്യം സ്വാഭാവികമായി വരും. പക്ഷേ പലപ്പോഴായി മോഹൻലാൽ പല അമ്മയുടെ യോഗങ്ങളിലും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ആരെങ്കിലും ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കണം, എല്ലാ കാലത്തും ഞാൻ തന്നെയല്ല, പുതുതലമുറ വരണമെന്ന് നേരത്തെ തന്നെ ഈ വിവാദങ്ങൾക്ക് മുമ്പ് തന്നെ മോഹൻലാൽ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അന്ന് ഈ പുതുതലമുറയിൽപ്പെട്ട ആരും തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിൽ തയ്യാറാകാതെ മാറിയെന്നുണ്ട്. നമുക്കറിയാം, ഇന്നസെന്റ് ദീർഘകാലം സംഘടന തലപ്പത്ത് വന്നു. ഇടവേള ബാബു പല കാലങ്ങളെ സംഘടന തലപ്പത്ത് തുടർച്ചയായിരുന്നു. അപ്പോഴും മോഹൻലാൽ വീണ്ടും മാറാതിരിക്കുന്നത്, മോഹൻലാൽ മാറരുത് എന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ തന്നെ തലമുറ മാറ്റം നേരത്തെ മോഹൻലാൽ ആഗ്രഹിച്ചതാണ്. പക്ഷേ അന്നൊന്നും തന്നെ യുവതാരങ്ങൾ ആരും അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ടൊവിനൊക്കെ അടുത്ത ജനറേഷൻ നിലയിലാണ് ഈ ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവ് തലപ്പത്തേക്ക് കൊണ്ടുവന്നത്. ഇനി ആരായിരിക്കും ആ ഒരു നേതൃത്വത്തിൻ്റെ റോൾ ഏറ്റെടുക്കുക എന്നുള്ളതും വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതൊരു മുൾക്കിരീടമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ ഘട്ടത്തിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത, ആ ഒരു ഉത്തരവാദിത്വം എന്തായാലും ആ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിരിക്കും. കെ ജി കമലേഷാണ് ഇപ്പോൾ ഇനി എന്താണ് അമ്മയിൽ സംഭവിക്കാൻ പോകുക എന്ന സംബന്ധിച്ചുള്ള സൂചനകളുമായി ചേരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ്. ഇന്ന്
ഉച്ചയോടുകൂടി രാജിവെച്ച അമ്മ കമ്മിറ്റി, അതിലെ അംഗങ്ങൾ, ഭാരവാഹികൾ, അവരുടെ പദവിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് മലയാള സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 29 വർഷമായി മലയാള സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള സംഘടനയായി നിലനിന്ന അമ്മയിൽ ഇന്ന് നേതൃത്വമില്ലാത്ത സാഹചര്യമാണ്. മോഹൻലാൽ അടക്കം രാജിവെച്ചിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി നടിമാർ, ചലച്ചിത്ര പ്രവർത്തകർ, ടെലിവിഷൻ പ്രവർത്തകരൊക്കെ തങ്ങൾ നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയപ്പോൾ അമ്മയിലെ ഭാരവാഹികളുടെ തലകൾ തന്നെയാണ് ആദ്യം ഉരുണ്ടത്. അതാദ്യം സിദ്ദിഖായിരുന്നെങ്കിൽ തൊട്ടു പിന്നാലെ ബാബുരാജും മുൻ ഭാരവാഹി ഇടവേള ബാബുവുമൊക്കെ ഉൾപ്പെട്ടു. പിന്നീട് പോലീസിൽ പരാതിയുമായി. ഇനി അവരൊക്കെ തന്നെ ഈ കേസിൽ പ്രതികളായി മാറും. അപ്പോൾ ഇനി താൽക്കാലികമായ ഒരു മാറ്റമല്ല, പൂർണ്ണമായി ഒരു അഴിച്ചുപണി എന്ന നിലയിലേക്ക് ആ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുകയാണ്. മോഹൻലാൽ കഴിഞ്ഞ എത്രയോ വർഷമായി മോഹൻലാലിലും മമ്മൂട്ടിയിലും ചുറ്റിത്തിരിയുന്ന ഒരു സംഘടന തന്നെയാണ് അമ്മ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവർ തമ്മിൽ തീരുമാനിച്ച ധാരണ പ്രകാരമാണ്, ഇവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ആ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഭാരവാഹികളെ തീരുമാനിക്കുന്നതിൽ, പ്രധാനപ്പെട്ട നയരൂപീകരണത്തിൽ, ഷോ പദ്ധതിയിടുന്നതിലൊക്കെ തന്നെയും മോഹൻലാലും മമ്മൂട്ടിയുമാണ് ഒരു പ്രധാനപ്പെട്ട അവസാന വാക്കായി മാറിയ രണ്ടുപേർ. അതിൽ മോഹൻലാൽ, മമ്മൂട്ടി മാറി മാറി ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അത് മോഹൻലാലിൻ്റെ ടേൺ ആയിരുന്നു. മോഹൻലാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ സംഘടനയുടെ തലപ്പത്ത് ഉണ്ട്. മോഹൻലാലിനെ സഹായിക്കാനായി ഇടവേള ബാബുവും സിദ്ദിഖും ഒക്കെ ജനറൽ സെക്രട്ടറിമാരായി വന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാറി മാറി വന്നെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ വർഷമായിട്ട്. അതിലൊരു മാറ്റമാണ് ഇനി അമ്മ സംഘടനയിൽ ഉണ്ടാകുന്നത്. ഈ മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയിൽ ഒരു വഴിത്തിരിവിൻ്റെ നിമിഷമാണ്, വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണിത്. മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ മറ്റൊരാൾ ആരാണ് ഇനി കാരണവരുടെ സ്ഥാനത്തേക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്ക് നായകനായി എത്താൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ധാർമ്മികമായി ഈ കമ്മിറ്റിക്ക് മേൽ ഉയരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഈ വിഷയത്തിലൊരു നിലപാട്, ഒരു വാർത്താക്കുറിപ്പ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഇൻസ്റ്റാ പോസ്റ്റ് പോലും ഇടാതെ പടിയിറങ്ങുന്നു? ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വളരെ ഗുരുതരമായ ലൈംഗിക ചൂഷണങ്ങളിലും തൊഴിൽ ചൂഷണങ്ങളിലും പ്രധാനപ്പെട്ട താരങ്ങളും ചലച്ചിത്ര പ്രവർത്തകരുമൊക്കെ വേട്ടക്കാരുടെ പട്ടികയിലേക്ക് വരുമ്പോൾ തങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച സഹതാരങ്ങൾ ഉയർത്തുന്ന ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു പോകേണ്ടത്, നിലപാട് പറയേണ്ടത് ധാർമ്മികമായ ഒന്നല്ലേ, മാനുഷികമായ ഒന്നല്ലേ? അത് ചെയ്യാതെ എന്തിന് ഈ സംഘം പടിയിറങ്ങുന്നു എന്ന ചോദ്യം എന്ത് ധാർമ്മികത പറഞ്ഞാലും ചോദ്യമായി തന്നെ ഉയർന്നു നിൽക്കും. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇനിയും ഈ സംഘം, ഈ നേതൃത്വം ബാധ്യസ്ഥരാണ്. പോലീസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നടനും MLA-യുമായ മുകേഷ്, സുതാര്യമായ അന്വേഷണം വേണം, ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരണം, തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുന്നവരോട് പരാതിയില്ലെന്ന് മുകേഷ് വാർത്താക്കുറിപ്പ്. അനധികാര വീഴ്ചയുടെ രംഗമാണ് സിനിമയാണെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രത്ന ചുരുക്കം. ലൈംഗിക പീഡനമാണ് സ്ത്രീകൾ നേരിടുന്ന പ്രധാന ഭീഷണി. ഒരു പ്രമുഖ നടൻ മുൻപ് നടത്തിയ മാഫിയ വിശേഷം ശരിവെച്ച് ഒരു പ്രബല സംഘത്തിന്റെ സ്വാധീനത്തിലാണ് മലയാള സിനിമയെന്നും കമ്മിറ്റി വെളിപ്പെടുത്തി. എതിർക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയും അവർ വഹിക്കില്ല. അങ്ങനെ ചെയ്യുന്നവരെ വിലക്കുന്നതാണ് മലയാള സിനിമയിലെ ഇന്നത്തെ പ്രവണതയെന്ന് സമീത തുറന്നു. മൂത്രമൊഴിക്കാനോ വസ്ത്രം മാറാനോ പോലും സ്ത്രീകൾക്ക് സൗകര്യമുള്ള മനുഷ്യാവകാശ ലംഘനത്തിന് അമ്മ പോലുള്ള സംഘടനകൾ പതിവന്നിട്ടും ഫലമില്ല. സംഘടനകളുടെ യൂണിയനുകളുമൊക്കെ നിയമവിരുദ്ധമായി ചലച്ചിത്ര രംഗത്ത് വിലകപ്പെടുത്തുന്നതും പതിവ്. സിനിമയിൽ 2000 വരെ തൊഴിൽ കരാറുണ്ടായിരുന്നില്ല. നിർമ്മാതാവും നായകന്മാരും തമ്മിലുള്ള വെച്ച് മറ്റൊരു കരാറുണ്ടാകുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ അക്കമിട്ട് പറഞ്ഞ് കമ്മിറ്റി ശക്തമായ നിയമവും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ സ്വതന്ത്രം ഫോറവും ട്രിബ്യൂണലും രൂപവത്കരിക്കാനും ശുപാർശ നൽകി. ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് WCC ആവശ്യം പരിഗണിച്ച് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒന്നാം പിണറായി സർക്കാർ 2017 നവംബർ 16 ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിച്ചു. മുൻ AIS ഉദ്യോഗസ്ഥൻ KP വത്സലകുമാരി, നടി ശാരദ എന്നിവരുമായി കമ്മിറ്റി അംഗങ്ങൾ 2019 ഡിസംബർ 31
സമിതി റിപ്പോർട്ട് കൈമാറിയെങ്കിലും സർക്കാർ പുറത്തുവിട്ടില്ല. ഒടുവിലെ വിവരാവകാശ അപേക്ഷകൾ പരിഗണിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 6 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ. അബ്ദുറഹീം റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടു. ഇതിനെതിരെ നിർമ്മാതാവ് സജീവ് മോൻ പാറയിൽ ഹൈക്കോടതിയിൽ വ്യക്തികളുടെ മൊഴികളും സ്വകാര്യതയും രക്ഷിച്ച് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് കോടതി ശരിവെച്ചു. സർക്കാർ അതിന് തയ്യാറെടുക്കവേ ചലച്ചിത്ര രഞ്ജിനി കോടതിയിലെത്തി ഹർജി സിംഗിൾ ബെഞ്ചിന് മുന്നിലെത്തും മുമ്പ് തിങ്കളാഴ്ച 2:30 സാംസ്കാരിക വകുപ്പ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സുഭാഷിണി തങ്കച്ചി റിപ്പോർട്ട് പുറത്തുവിടുകയായിരുന്നു. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഇതിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം നമ്മൾ കാണാൻ സാധിച്ചത്? എന്താണ് അമ്മ എന്ന ഭാരവാഹി കമ്മിറ്റി എക്സിക്യൂട്ടീവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന? ഇപ്പോൾ മോഹൻലാൽ എന്ന നടനും രാജി നാഥനില്ല കളരിയായി അമ്മ എന്ന സംഘടന, അമ്മ എന്ന് പറയുന്ന ആ സംഗമത്തിൽ ഇനി ആര്? ഇപ്പോൾ എല്ലാം തെളിച്ചത്തിൽ വന്നില്ലേ? ഇങ്ങനെയാണ്, ഇതാണ് അവസ്ഥ. അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നടപടിയുമില്ല, എല്ലാം അമ്മ സീലടിച്ച് വെക്കേണ്ട അവസ്ഥ. ഇനി അവിടെ എന്ത് ന്യായം പറഞ്ഞ് നിലനിർത്തും? എന്ത് ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കും? അത് മൊത്തത്തിൽ അടച്ചു പൂട്ടേണ്ട അവസ്ഥയായി മാറിയിരിക്കുകയാണ്. സമൂഹത്ത് ഇനി മുണ്ട് ഇട്ടിട്ടല്ലാതെ ഇവർക്കാർക്കും നടക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ സമൂഹം മൊത്തം വന്ന് ആനടിക്കുകയാണ്. ഇപ്പൊ സുരേഷ് ഗോപി വെല്ലുവിളിക്കുകയല്ലേ, എടോ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടു, ജനങ്ങളാൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ച് എന്നിട്ട് മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നത് സുരേഷ് ഗോപിയുടെ ഒരു ബുദ്ധിയില്ലായ്മയാണ് നമ്മൾ കണ്ടത്. ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല സുരേഷ് ഗോപി, ഒരു രാഷ്ട്രീയക്കാരനേ അല്ല, തനി ഫ്രോഡാണ് സുരേഷ് ഗോപി എന്ന യഥാർത്ഥ ഹ്യൂമൻ എന്നെനിക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പവർ എനിക്ക് കിട്ടുമ്പോൾ ജനങ്ങളെ എൻ്റെ കീഴിലെത്തിക്കാമെന്ന് തൃശ്ശൂരിലെ കേന്ദ്രമന്ത്രി ആഗ്രഹിച്ചതാണ്. പക്ഷേ സമൂഹ മനസാക്ഷിക്ക് നിരക്കാത്തത് നടക്കുമ്പോൾ ഏത് അമ്മ എന്നല്ല, ഏത് സംഘടനയും രണ്ടായി പിളരും. അത് യാഥാർത്ഥ്യമാണ്. ഒരു പൗരൻ്റെ ആവശ്യവും അവകാശവുമാണ്. നീതിന്യായ കോടതിയിൽ ഈ ഉത്തരവത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: നീതി നടപ്പിലാക്കുക, സത്യം കൊണ്ടുവരിക. 2024 അമ്മ സംഘടന പൂർണ്ണമായി അനിശ്ചിതമാക്കപ്പെട്ടു. ഇപ്പം പത്രത്തിലും മാധ്യമങ്ങളിലും തുടരെ വരുന്ന വാർത്തകൾ ഇതാണ്. അതാണ് ജനങ്ങൾ കണ്ണും കെട്ട് കാത്തിരിക്കുന്നത്. ഇപ്പം എന്തായി? പിളരുന്ന അവസ്ഥ, നാഥനില്ല കളരി പോലെയായി. ഇപ്പോൾ വയനാട് ദുരന്തത്തിനും ദുരന്ത സേവകർക്കും കൊടുത്ത വാക്കിനും എന്താണ് ഇപ്പോൾ അവർക്ക് കൊടുത്ത ആ വാക്ക്? നിങ്ങളെ നാം നോക്കിക്കോളാമെന്ന വാക്കിൻ്റെ ആ അർത്ഥം എന്താണ്? പോയില്ലേ? അമ്മ എന്ന ചാരിത്രത്തിൽ നമ്മൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മൾ സംഘടനകളായി ഇങ്ങനെ പാവങ്ങളെ സഹായിക്കുന്നു എന്ന് പേര് പറഞ്ഞപ്പോൾ പോലെ ഇതിനൊക്കെ തെളിവുകളുണ്ടാവണം. ഇപ്പോൾ അവരവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെ വന്ന് എല്ലാം തുറന്നു പറയുന്നു. എന്തിനു വേണ്ടിയാണ്? ഒന്നും നേട്ടത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ജനം
കഴുതകളല്ല എന്നറിയിക്കാൻ വേണ്ടി. സമൂഹം ഇത്തിരിയാണെങ്കിൽ വലിയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുമിളയുടെ ആയുസ്സാണ്. കാരണം ഇത്തിരിയുള്ളൂ ഒരു ലൈഫ്. ആ ലൈഫിനെ നിങ്ങൾ തച്ച് തകർത്തിരിക്കുകയാണ്. ഇനി എങ്ങനെ സിനിമാ ലോകത്തെ കാണും? ഇനി എങ്ങനെ സിനിമ എന്നതിന് ഇൻഡസ്ട്രി നമ്മൾ ആസ്വദിച്ച് കാണും? നോട്ട് എ പ്രോമിസ്, ഇറ്റ്സ് റിയാലിറ്റി. നിങ്ങൾ റിയാലിറ്റിയിൽ അത് കൊണ്ടുവന്നില്ല. ഇനി എങ്ങനെ ഈ നാഥനില്ല കളരിയെ വളർത്തും? അടുത്ത നാഥനായാലും എന്തായാലും നിങ്ങൾക്കാർക്കും ഇതിൽ നിന്ന് ഇനി തുടരാൻ പറ്റില്ല. ഇപ്പൊ എത്ര പേരാണ് ഇനിയും ചുരുളുകളിലേക്ക് പുറത്തു വരാനും ഇനിയും നിരവധി പേരുണ്ടെങ്കിലോ അവർക്കും മറുപടി പറയാനുണ്ടാവില്ലേ? ഇപ്പൊ അമ്മ എന്ന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ തീരുന്നോ പ്രശ്നം? ഇല്ല. ജനങ്ങൾ ചോദിക്കും. മാധ്യമം, മീഡിയരെ കൈവെക്കാനോ അവരിൽ നിന്ന് തട്ടി മാറ്റാനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒരു മന്ത്രിമാർക്കോ അധികാരവർത്തിക്കോ അവകാശമില്ല. തട്ടിമാറ്റി തൻ്റെ ധാർഷ്ട്യമങ്ങ് കാണിക്കുക. മുഖ്യമന്ത്രി പിണറായിനെ പോലെ തന്നെയാണ് സുരേഷ് ഗോപി കാണിക്കുന്നത്. BJPക്ക് പോലും തലവേദനയാണ് ഇയാൾ. എന്തിനും ഇയാൾക്ക് വാശി കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? ഈ ദുരനുഭവം നമ്മൾ മലയാള സിനിമക്ക് കാണേണ്ടി വരുമെന്ന് നമ്മൾ ഓർത്തില്ല. നമ്മൾ അറിയുന്നില്ല. തിലകനെന്ന പ്രബുല്ല നടനെ നിങ്ങൾ ധിക്കരിച്ചതിൻ്റെ കുഴപ്പമാണിത്. അദ്ദേഹം നിങ്ങളെയൊക്കെ സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ? അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തെ സോറി പറയിപ്പിക്കാൻ നിങ്ങൾ തുനിഞ്ഞതിനല്ലേ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ ശിക്ഷ? ഞങ്ങൾക്ക് അദ്ദേഹത്തോട് കടപ്പാടോ അദ്ദേഹത്തുമായി ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിലൂടെ തിലകൻ എന്ന മനുഷ്യനെ നമ്മൾ അറിഞ്ഞിരുന്നു. ഇപ്പം ഇനി മമ്മൂട്ടി, മോഹൻലാൽ എന്ന വ്യക്തികളുടെ നിലവിലുള്ള രണ്ട് പേരിനെയും ഒരേ കണ്ണിലേ കാണും മനുഷ്യർ. ഇനി നിങ്ങൾ ആക്ഷൻ കാണിക്കാൻ നിങ്ങൾ അർഹതരല്ല. സിനിമ കോടികൾ മുടക്കി അതിൻ്റെതാണ് ഇതിൻ്റെതാണെന്ന് പറഞ്ഞാൽ ജനം സ്വീകരിക്കില്ല. ജനങ്ങൾ പടം കാണണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ജനങ്ങളെ കൊണ്ടുവരേണ്ടി വരും. പക്ഷേ എന്നാൽ ജനങ്ങൾ വരുമെന്ന് തോന്നുന്നില്ല. സിനിമക്ക് മൂല്യവും താരമൂല്യവും താരങ്ങൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കുക. എന്തുകൊണ്ടാണിത്? എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ സംഭവിക്കും? നോട്ട് എ പോയിന്റ്. നിങ്ങൾ കൂടുതലിരുന്ന് ആലോചിച്ചാൽ എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റിയത്? എവിടെയാണ് നിങ്ങൾക്കൊരു അശ്രദ്ധ പറ്റിയത്? എവിടെയാണ് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതായത്? രാജിവെക്കാതെ വേറെ വഴിയില്ല. അമ്മ എന്ന് പറയുന്ന പ്രസിഡന്റിന് ഇതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. സുരേഷ് ഗോപിയോ പൃഥ്വിരാജോ അല്ല. അതാണ് വ്യത്യാസം. അപ്പോ പിന്നെന്തിനാണ് സുരേഷ് ഗോപി വെല്ലുവിളിക്കുന്നത്? കോടതിയെ വെല്ലുവിളിക്കുകയല്ലേ എന്ന്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു തെറ്റ് വീണ്ടും വീണ്ടും പിടിച്ചു കുലിക്കാൻ ശ്രമിക്കുന്നത്? അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പോലും മാന്യതയെ മുഖം മൂടി അണിഞ്ഞില്ലേ? എന്തിനാ? എന്നിട്ട് എന്ത് കിട്ടി ഇവർക്ക്?
ജയസൂര്യ എന്ന നല്ലൊരു നടനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്താണ് ആ ഫെയിമിന് ഇനി പറ്റുന്നതെന്ന് നമുക്കതിന് ഒരു ഓപ്ഷനും ഇല്ല. അത് നമ്മളല്ല വരുത്തി വെച്ചത്, അവരുടെ തോന്നിവാസമായിരിക്കാം. സിനിമ എന്ന് പറയുന്ന മനുഷ്യനെ വില കൊടുക്കണമായിരുന്നു. അവിടെ ഇരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റും അവിടെ ബാക്കിയുള്ളവർക്കുമൊക്കെ ഒരു പരിഗണന കൊടുക്കണമായിരുന്നു. അതാണ് സംഘടനാപരമായ കാര്യത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റ് മലയാള സിനിമയ്ക്ക് പറ്റിയിരിക്കും. മലയാള സിനിമ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു.